ഞാൻ ഡോക്ടർ തരുൺ കൃഷ്ണ, അങ്കമാലിയിലെ അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജനാണ്. ജൂലൈ 22 ലോകമെമ്പാടും വേൾഡ് ബ്രെയിൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിനമാണ്. വേൾഡ് ബ്രെയിൻ ഡേ അഥവാ ലോക മസ്തിഷ്ക ദിനം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ദിനം ലോകത്താകമാനമുള്ള ന്യൂറോളജിസ്റ്റുകളുടെ ഒരു ആഗോള സംഘടനയായ WFN അഥവാ വേൾഡ് ഫെഡറേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റ് ഇവരുടെ ആഹ്വാനപ്രകാരമാണ് ഇങ്ങനത്തെ ഒരു ദിനാചരണം നടത്തുന്നത്. ഈ വർഷത്തെ വേൾഡ് ബ്രെയിൻ ഡേയുടെ പ്രമേയം അഥവാ തീം അത് ബ്രെയിൻ ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ്. മസ്തിഷ്കാരോഗ്യം പ്രായഭേദമന്യേ, എല്ലാവർക്കും മസ്തിഷ്കാരോഗ്യം. അപ്പോൾ ബ്രെയിൻ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതായത് സ്ട്രോക്ക്, പക്ഷാഘാതം മലയാളത്തിൽ പറയും, അപസ്മാരം, എപ്പിലെപ്സി, മറവി രോഗങ്ങൾ, ഡിമെൻഷ്യ, ആൾസൈമേഴ്സ്, ബ്രെയിൻ ട്യൂമറുകൾ, ഒരുപാട് ന്യൂറോ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ബ്രെയിൻ ഹെൽത്തിൻ്റെ ഒരു അവബോധം എല്ലാവർക്കും വേണ്ടതാണ്. അപ്പോൾ നല്ലൊരു ബ്രെയിൻ ഹെൽത്തിന് വേണ്ട മുൻകരുതലുകളും അതെങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ബ്രെയിൻ ഹെൽത്ത് പരിപാലിക്കാം എന്നാലോചിച്ചാൽ അതിന് കുറച്ച് ലളിതമായ കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മൾ ചിട്ടയായിട്ട് പാലിച്ചാൽ അത് മതിയാവും. ഒന്ന്, നല്ലൊരു ജീവിതശൈലി മോഡിഫിക്കേഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, റെഗുലറായിട്ടുള്ള ഒരു വ്യായാമക്രമം നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ, അതായത് ദിനചര്യയുടെ ഭാഗമാക്കുക. മറ്റൊന്ന്, നല്ലൊരു ആരോഗ്യകരമായ ഒരു ഡയറ്റ്, ഹെൽത്തി ഡയറ്റ്, അതായത് നമ്മളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് പഴവർഗ്ഗങ്ങളും ഇലക്കറികൾ, വെജിറ്റബിൾ, അധികം മാംസമില്ലാതെ ഫിഷ് ആവാം, പക്ഷേ ഒരുപാട് മാംസത്തിൻ്റെ ഉപയോഗം അധികം കൂടാതെയും ഷുഗറി സ്നാക്സൊക്കെ ഉപേക്ഷിച്ചുമൊക്കെ നമ്മൾ നല്ലൊരു ഹെൽത്തി ഡയറ്റ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പിന്നെ അമിതമായ പുകവലി, അമിതമായ മദ്യപാനം, ഇങ്ങനത്തെ ശീലങ്ങളെല്ലാം ഉപേക്ഷിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ മാനസിക സംഘർഷമില്ലാത്ത ഒരു എൻവയറമെൻറ്റിൽ കൂടെ നമ്മൾ ഉണ്ടാക്കുക. അതായത് അതിനു വേണ്ട ചില ആൾക്കാർ മെഡിറ്റേഷൻ, ചിലർ യോഗ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക. പിന്നെ നമ്മൾക്ക് എല്ലാ ദിവസവും ഒരു സഫിഷ്യൻറ്റ് സ്ലീപ്പ് എങ്കിലും, ഉറക്കം ആവശ്യത്തിന് കിട്ടണം. അതൊരു 7-8 മണിക്കൂറിൽ കുറയാതുള്ള ഒരു ഉറക്കം നമ്മുടെ ജീവിതത്തിന് ഭാഗമായിട്ട് ദിവസം കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ ലളിതമായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ദിനചര്യ ആയിട്ട് അത് പാലിച്ചു പോന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ബ്രെയിൻ ഹെൽത്തിലേക്ക് എത്താം. അപ്പം നല്ലൊരു ജീവിതശൈലി നല്ലൊരു ബ്രെയിൻ ഹെൽത്തിലേക്ക് എത്തിക്കുന്നതാണ്.